വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥപിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീട് വണങ്ങുന്ന അദ്ദേഹത്തെ ഞങ്ങൾ പാടിയതുപോലെ ആ തൃപ്പാദത്തിൽ ആ സന്നിധിയിൽ തന്നെ വസിച്ചോട്ടെ, അവിടുത്തെ തൃപ്പാദത്തിൽ തന്നെ ചുംബിച്ചോട്ടെ എന്ന് ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ, ഞങ്ങളത് പാടുന്ന സമയത്ത് മാത്രമല്ല, തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ വചനം ധ്യാനിക്കുന്ന സമയത്ത് മാത്രപ്പാകത്തെങ്കിൽ മറിയിൽ തിരഞ്ഞെടുത്ത നല്ല അംശം അതുപോലെ തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവേ, മറ്റാർക്ക് ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കാതെ വണ്ണം കർത്താവേ, അവിടുത്തെ ആ നിത്യജീവന്റെ വചനങ്ങളെ നന്മൊഴികളെ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതെ കർത്താവേ, ജീവൻ നൽകുന്ന സമൃദ്ധമായ ജീവൻ നൽകുന്ന അവിടുത്തെ തിരുവചനം അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും കർത്താവേ, അവിടെ തന്നെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിലേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ, ഞങ്ങളത്തിന് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. ഒരു പൂജ്യമായിട്ട് സീറോമായിട്ട് ഞങ്ങളത്തിന് താഴ്ത്തുന്നു. അവിടെ രക്തത്താൽ കഴുകി സ്നേഹത്താൽ നിറച്ച് അങ്ങേ കാണുവാൻ കർത്താവേ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സ്തുതിക്കുന്നു. യേശുവിന്റെ വലിയൊരു മാതൃകയുള്ള നാമത്തിൽ ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ബൈബിളിലേക്ക് വെച്ച് എന്നെ ഏറ്റവും അധികം വെല്ലുവിളിച്ചിട്ടുള്ളതായിട്ടുള്ള വചനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. യേശുവിനെ നമുക്ക് അവിടെ കാണാം. നമ്മൾക്ക് പലർക്കും സുപരിചിതമായിട്ടുള്ള വചനങ്ങളായിരിക്കും. എന്നാൽ ആ വചനത്തിന്റെ ഉയരവും ആഴവും അത് എത്ര വലിയൊരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ തിരുവചനമാകുന്ന കണ്ണാടിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ? നമുക്ക് വി ക്യാൻ മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു കാട്ടിൽ ചെന്ന് ഒത്തിരി മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കാട് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാട് കണ്ടില്ല, കുറെ മരങ്ങൾ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാല് അതിന്റെ ഓവറോൾ പിക്ചർ അങ്ങ് കണ്ടില്ല, കുറച്ച് ആ മരം ഈ മരം അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വചനത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, കുറച്ച് കാര്യങ്ങൾ അറിയുന്നു. അങ്ങനെ അതിനേക്കാളുപരി യേശുവിനെ തന്നെ വചനത്തിലൂടെ കാണുവാൻ, യഥാർത്ഥത്തിൽ യേശുവിനെ ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ യേശുവിനെ കുറിച്ച് നമുക്ക് നമ്മളുടേതായ ചില ഐഡിയാസും നമ്മളുടേതായ ചില ആശയങ്ങളും പല അറിവുകളും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ യഥാർത്ഥത്തിലുള്ള യേശു ഈ വചനത്തിലാണ് ഉള്ളത്. ആ വചനത്തെ ഒരു കണ്ണാടിയോടൊക്കെ ഉപമിച്ചുകൊണ്ട് നമ്മൾ യാക്കോബ് 1:23 വചനത്തെ കണ്ണാടിയോട് ഉപമിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അവിടെ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ട് ആ കണ്ണാടിയിൽ യേശുവിൻ്റെ തേജസ്സിനെ കാണുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ 2 Corinthians 3:18 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിനൊരു ഭാരം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും, നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, നമ്മൾ യൗവനക്കാരുൾപ്പെടെ, മുതിർന്നവരെല്ലാം യഥാർത്ഥത്തിൽ കർത്താവേ അങ്ങേ എനിക്ക് കാണണം, യഥാർത്ഥത്തിൽ അവിടുത്തെ ആ തേജസ് എനിക്ക് കാണണം, അങ്ങ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, അങ്ങേ തന്നെ എനിക്ക് കാണണം എന്നുള്ളൊരു ഹൃദയത്തിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ദാഹം ഉണ്ടെങ്കിൽ നമുക്ക് യേശുവിനെ കാണാനൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസംഗം കേട്ടിട്ട് എന്തൊക്കെയോ സഹോദരൻ വന്ന് എന്തൊക്കെയോ കുറേ വചനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ബാക്കിയുള്ള സഹോദരങ്ങളും എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു, അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഞായറാഴ്ച മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയി. അതല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നമുക്ക് യേശുവായിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ സന്ധിക്കുന്നത്, യേശുവിനെ കണ്ടുമുട്ടൽ എന്ന് പറയാം. നിക്കോദമസ് യേശുവിനെ കണ്ടുമുട്ടി, എൻകൗണ്ടർ ജീസസ് എന്ന് പറയുന്നതുപോലെ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നവരാണെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല, നമുക്ക് ക്ഷീണം തോന്നത്തില്ല, നമുക്ക് നമ്മളുടെ ഹൃദയത്തിൽ വലിയ ഉത്സാഹമായിരിക്കും. കർത്താവ് എമ്മോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരോട് കർത്താവ് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം
നമുക്കിവിടെ യോഹന്നാൻ 5:19 ഒരു വിരൽ വെച്ചുകൊണ്ട് ലൂക്കോസ് 24 പോവുകയാണെങ്കിൽ, അപ്പം പങ്കിട്ട് കൊടുത്തപ്പോൾ അവര് യേശുവിനെ തിരിച്ചറിഞ്ഞതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. എവിടെ നമ്മൾ വായിക്കുന്നേ? ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ 29 വാക്യത്തിലൊക്കെ അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടി പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. 31 വാക്യം, ലൂക്കോസ് 24:31. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി എന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നത്. അവരുടെ അതുവരെ അവർ കണ്ണടച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവര് ഡ്രൂപ്പിംഗ് ഐലിഡ്സോടുകൂടി ഇരിക്കുമായിരുന്നു. അല്ല, അവരത് അതിനുമുമ്പ് അപ്പോഴും കണ്ണൊക്കെ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ അകക്കണ്ണ് തുറന്നു പെട്ടെന്ന് ആണ് ഇത് യേശുവാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായേ. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് വചനം ഇന്ന് പങ്കിട്ട് തരുക നമുക്ക്. എന്താ പറയുക, അപ്പം പങ്കിട്ട് തരും എന്ന് പറയുമ്പോൾ അപ്പം ജീവന്റെ അപ്പമാണ് താനെന്ന കർത്താവ് ഇത് യോഹന്നാൻ 6:48 യോഹന്നാൻ 6:48 നമ്മളൊന്ന് വരുവാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ 5-ാം അധ്യായത്തിന്റെ 19 വാക്യമാണല്ലോ നമ്മുടെ തുടക്കമായിട്ട് നമ്മൾ വായിച്ചില്ലെങ്കിൽ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ അത് 5-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 6-ാം അധ്യായത്തിന്റെ 48 വാക്യം ചെറിയൊരു വാക്യമാണ്. എന്തുവാ? ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈവൻ 51 വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യോഹന്നാൻ 6:51 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഐ ആം ദ ബ്രെഡ്. ഈവൻ 41 വാക്യത്തിലും ഐ ആം ദ ബ്രെഡ് എന്ന് പറയുന്നുണ്ട്. 41 വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ. അപ്പോൾ ഞാനാകുന്ന ജീവന്റെ അപ്പം. ഈവൻ അതിൻ്റെ 35 വാക്യത്തിൽ അതേ കാര്യം തന്നെ യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് വരുന്നതാണ് ദാഹിക്കുകയില്ല. അപ്പം കർത്താവ് തന്നെ ജീവന്റെ അപ്പം. കർത്താവാണ് വചനം മാംസമായി തീർന്നത്, വചനം ജഡമായി തീർന്നതാണ് കർത്താവിന് യോഹന്നാൻ 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. ആ കർത്താവ് തന്നെയാണ് ജീവന്റെ അപ്പം. ആ ജീവന്റെ അപ്പം ആകുന്ന ആ വചനം കർത്താവ് പങ്കിട്ട് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ശരിയാണ്, നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലായി. എന്നാൽ നമ്മൾ ആ വചനത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ജഡമാകുന്ന തിരശ്ശീലയിൽ, നമ്മുടെ ജഡത്തിൽ സ്വയത്തിലൊരു നുറുക്കം ആ വചനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ നമ്മിൽ തന്നെ നമ്മുടെ സ്വയബലത്തിലൊരു നുറുക്കം ഉണ്ടാവുകയും പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമുക്ക് യേശുവിനെ കാണാൻ, നമ്മളുടെ കണ്ണ് തുറന്ന് യേശുവിനെ തിരിച്ചറിയുവാൻ. അന്ന് ലൂക്കോസ് 24 പിന്നെ യേശു അപ്രത്യക്ഷനായെന്ന് വായിക്കുന്നുണ്ട്. എന്ന് കർത്താവ് ഇപ്പൊ നമുക്ക് അപ്രത്യക്ഷനാവത്തില്ല. കർത്താവ് ആത്മാവിൽ നമുക്ക് കർത്താവിനെ കണ്ടുകൊണ്ടേയിരിക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. യഥാർത്ഥത്തിലെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ മാധുര്യം അതാണ്. അപ്പം യേശുവിനെ നമ്മളിവിടെ കാണുന്നത് എങ്ങനെയാ? യോഹന്നാൻ 5:19 അവിടെ കർത്താവ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ പറയുന്നേ? യോഹന്നാൻ 5-ാം അധ്യായത്തിന് 19 വാക്യം, ആകയാൽ യേശു അവരോട് ഉത്തരം പറയുന്നത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പപ്പ ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? എന്താ പറഞ്ഞ അപ്പാച്ചി ഇല്ലേ? അപ്പാച്ചി എന്നാ വിളിക്കുന്നത്. അപ്പാച്ചി ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമേ, അല്ലെങ്കിൽ ഡാഡി, പപ്പ, അച്ഛ, അപ്പച്ചൻ, അതാ പറയുന്നത്. പിതാവ് യേശു പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച, അബ്ബാ അപ്പച്ച എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ മർക്കോസ് 14:36 നമ്മൾ കാണുന്നേ. എന്നുവെച്ചാൽ പ്രൈവറ്റ് പ്രേയറിൽ കർത്താവ് അപ്പച്ച, അച്ഛ എന്ന് പറഞ്ഞ ഇന്റിമേറ്റ് പദമാണ്. അരാമ്യ ഭാഷയിൽ അബ്ബ എന്ന് പറയുന്നത് നമ്മൾ അപ്പാന്നോ അപ്പച്ചാന്നോ അച്ഛന്നൊക്കെ വിളിക്കുന്ന ആ ഒരു പദമാണ് കർത്താവിന്റെ പ്രൈവറ്റ് പ്രേയേഴ്സിൽ. എന്നാൽ പബ്ലിക്കായിട്ട് കർത്താവ് പറയുമ്പോൾ കർത്താവ് പിതാവ് എന്നുള്ള ആ ഒരു ഫോമൽ പദം ഉപയോഗിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ കർത്താവ് പപ്പ, ഡാഡി എന്ന് പറയുന്നത് പോലെ പിന്നെ മറ്റുള്ള പബ്ലിക്കായിട്ട് പറയുന്നത് പോലെ പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പപ്പ ചെയ്യുന്നതെല്ലാം എനിക്കും അവണ്ണം തന്നെ, പപ്പ ചെയ്യുന്നതെല്ലാം ഞാനും അവണ്ണം തന്നെ അങ്ങ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? പപ്പ അല്ലെങ്കിൽ ഡാഡി എന്നെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും എന്നെ കാണിച്ചു തരികയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. കൊച്ചു കുഞ്ഞ്
കൊച്ചു കുഞ്ഞ് തൻ്റെ പപ്പയെ മമ്മിയെ നോക്കിയ മമ്മ പറഞ്ഞതുപോലെ, മമ്മി കാണിച്ചു തരുന്നതുപോലെ അമ്മ ചെയ്ത് കാണിച്ചു തരുന്നു, അതുപോലെ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അതുപോലൊരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ്, ഒരു നിസ്സഹായതയോടെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ആശ്രയബോധം, അങ്ങനെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചേ. അപ്പോൾ നമ്മൾ ശരിയാണ്, നമുക്കറിയാം കർത്താവ് സർവശക്തനായ ദൈവമാണ്, സർവജ്ഞനാണ്. എന്നാൽ കർത്താവ് അതെല്ലാം ഉരിഞ്ഞു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഒഴിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് നമുക്കറിയാം. ഫിലിപ്പിയർ 2:6-7 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തന്നെ ഒഴിച്ച് ദേഹരൂപത്തിൽ മനുഷ്യനായിട്ട്. ഇതിനെന്ന് വെച്ചാൽ നമുക്കൊരു മാതൃകയാവാൻ. അപ്പോൾ കർത്താവ് സർവശക്തനായിരിക്കെ തന്നെ കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെ നമ്മൾ ജീവിക്കേണ്ടതെന്ന് ഉള്ളൊരു കാര്യമാണ് കർത്താവ് ഇവിടെ കാണിച്ചു തന്നെ. അത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ അതുപോലൊരു ദൈവത്തിനുള്ളൊരു ആശ്രയബോധം, ഇത് ഞാൻ ആ കാര്യമാണ് ഞാനന്ന് ആ കർത്താവ് യേശു കർത്താവ് പിതാവിനെ ആശ്രയിച്ച് ആ ഒരു ഹെൽപ്ലെസ് ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസ്, ആ ഒരു നിസ്സഹായതയോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പിതാവിനെ ആശ്രയിച്ച് ജീവിച്ചു. തന്നെ ഒരു ബലമില്ലാതെ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഞാൻ അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം. അപ്പം നമ്മളെക്കുറിച്ച് മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയോ, ആര് പറഞ്ഞാലും ഭയങ്കര മുഷ്ടി, അങ്ങനെ ഒരു മർക്കട മുഷ്ടി, അങ്ങനെ ഒരു ഇതാണോ, അതോ മറിച്ച് യോഹന്നാൻ അപ്പോസ്തലനെ നമ്മൾ അവിടെ എവിടെ കാണുന്നത്? 13-ാം അധ്യായത്തിന് 23 ഇത് യോഹന്നാന്റെ സുവിശേഷം 13:23 അവിടെ ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. 13:23 ഓർക്കാൻ എളുപ്പമാണ്. അന്ത്യത്താഴ സന്ദർഭം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുവൻ യേശുവിൻ്റെ മാറിടത്ത് ചാരിക്കൊണ്ടിരുന്നു. നാണക്കേട്, ഇങ്ങനെയൊക്കെ അങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക, അതൊക്കെ നീ അത്ര ബലഹീനനാണോ എന്ന് നമ്മൾ ചിലപ്പോൾ യോഹന്നാനോട് ചോദിക്കും. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ അതുപോലെ ഒരു കർത്താവില് അതുപോലെ നിസ്സഹായതയോടെ ചാരുന്ന ആ ഒരു കർത്താവിനോടുള്ള ഒരു അകമഴിഞ്ഞൊരു സ്നേഹബന്ധം ഉള്ള കർത്താവിനെ അതുപോലെ ഹൃദയത്തിന് അടുത്തറിഞ്ഞ ഒരു അപ്പോസ്തലനായിരുന്നു. അതുപോലെയാണ് നമ്മൾ ഈ ഉത്തമഗീതത്തിലൊരു ഇതേപോലൊരു വാക്യം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ ഉത്തമഗീതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തമഗീത 8-ാം അധ്യായം, ഉത്തമഗീതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബൈബിളിൻ്റെ ഒത്ത നടുക്കായിട്ട് യെശയ്യാവിന് തൊട്ട് മുമ്പായിട്ട് ഉത്തമഗീതം, ശലോമോന്റെ ഉത്തമഗീതത്തില് അവിടെ മണവാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമഗീത 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് മണവാട്ടിയെക്കുറിച്ചുള്ള ആ ചിത്രം എന്താ? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവളാണ്, ലീനിങ് ഓൺ ഹെർ ബിലവഡ്. ആ ഒരു മണവാട്ടി ഒരു പക്ഷേ അതിന്റെ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ മണവാട്ടി കുറച്ച് സ്ട്രോങ് ആയിരുന്നു. മണവാട്ടി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കും. രാത്രി വന്ന് മണവാളം വിളിക്കുമ്പോൾ എനിക്കിപ്പോ ഒന്നും വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മടിയൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമ്മൾ ഉത്തമഗീതം 5-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാഠം പഠിച്ചു, പിന്നെ മണവാളിനെ തേടി നടക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ആ മണവാളിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനിനി ഈ കർത്താവിനെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മൾ ഇവിടെ മണവാട്ടി എന്ന് പറയുന്നത് ശരിയാണ്, ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഒരു പ്രതീകമായിട്ട് ആണ്. എന്നാൽ അതിലും ആഴത്തിലായിട്ട് അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധമാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പൊ ആ മണവാട്ടി സഭയാണ്. സഭ എന്ന് പറയുമ്പോൾ സഭയെക്കുറിച്ച് കർത്താവ് ഉപമകൾ പറയുമ്പോൾ കർത്താവ് ഒരു വിധവയോടാണ് ഉപമിക്കുന്നത്. ലൂക്കോസ് 18-ാം അധ്യായം നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ലൂക്കോസ് 18-ന്റെ ആദ്യത്തെ 9 വാക്യങ്ങളിലെ കർത്താവ് ഒരു ന്യായാധിപൻ, ഒരു നീതിന്യായോ അല്ലെങ്കിൽ ഒരു കർക്കശക്കാരനായിട്ടുള്ള ഒരു ന്യായാധിപന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വിധവയോടാണ് നമ്മുടെ വിശ്വാസ സമൂഹത്തെ കർത്താവ് ഉപമിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. അതായത് എന്തോ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി, ഈ ലോകത്തിലെല്ലാം ഭയങ്കര ശക്തിയും ഭയങ്കര സ്വാധീനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു രാജ്ഞിയോടല്ല ഉപമിക്കുന്നത്, മറിച്ച് ഒരു വിധവയോടാണ് ഉപമിക്കുന്നത്. എന്നാൽ രാജ്ഞിയോട് ഉപമിക്കുന്ന ഒരാളുണ്ട്, ആരാന്നറിയാവോ? ബാബിലോൺ. അത് യെശയ്യാവിന്റെ പുസ്തകത്തില് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് വെളിപ്പാടിലേക്കൊന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള ആ കൊട്ടേഷൻ വെളിപ്പാട് പുസ്തകത്തില് അത് ബാബിലോണിനെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ വെളിപ്പാട്
18-ാം അധ്യായത്തിൽ ഇത് കാണുന്നുണ്ട്. വെളിപ്പാട് 18-ാം അധ്യായത്തിൽ വ്യാജസഭയാണ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ യേശുവിനോടാണ് തൻ്റെ പ്രതിബദ്ധത എന്ന് പറയുകയും എന്നാൽ ആ ഒരു ലോകത്തോടുള്ള ചങ്ങാത്തമാണ് ആത്മീയ വ്യഭിചാരം എന്നൊക്കെ നമ്മൾ യാക്കോബ് 4:4 എപ്പോഴും നമ്മൾ പറയാറുള്ള വാക്യമാണ്. അത് ലോകത്തോടുള്ള ചങ്ങാത്തം. അപ്പം ഇവിടെ നമ്മൾ വെളിപ്പാട് 18-ാം അധ്യായത്തിൽ ഈ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. ആരാ? ബാബിലോൺ ആകുന്ന മഹാവേശിയാകുന്ന അവൾ എങ്ങനെ പറയുന്നേ? തന്നെത്താൻ മഹത്വപ്പെടുത്തി പൊളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് പറയാ, രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അവൾ ഹൃദയം കൊണ്ടും വാതുറന്നും പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഐ സിറ്റ് എസ് എ ക്വീൻ ആൻഡ് ഐ എം നോട്ട് എ വിഡോ. ഞാൻ വിധവയൊന്നുമല്ല. കർത്താവ് വിധവ എന്ന് പറഞ്ഞ എസ്പെഷ്യലി അന്നത്തെ കാലഘട്ടങ്ങളിൽ വിധവ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവില്ല, മക്കളും ഇല്ല എന്നുണ്ടെങ്കിൽ വിധവയുടെ കാര്യം അതുപോലെ പരിതാപകരമായിട്ടുള്ളൊരു നിസ്സഹായ ഒരു സ്ത്രീ. അതുപോലെയാണ് കർത്താവ്, അതുപോലൊരു പിക്ചറാണ് പറയുന്നത്. കർത്താവ് ചെന്നായ്ക്കളുടെ ഇടയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ, ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് മത്തായി 10:16 പറയുന്ന കാര്യം നമുക്കറിയാം. ചെന്നായ്ക്കള്, ലോകത്തിലെ കടിച്ചു കയറുന്ന ചെന്നായ്ക്കള്, എന്നാൽ ആടുകളെ പോലെ ഐ സെൻഡ് യുവർ ഷീപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വൂൾസ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു ബലഹീനതയുടെ ഒരു ചിത്രമാണ് കർത്താവ് സഭയെക്കുറിച്ച്, ഒരു വിശ്വാസിയെക്കുറിച്ച്. യഥാർത്ഥത്തിൽ നമ്മൾ ബലഹീനനാകുമ്പോഴാണ് നമ്മൾ ബലവാന്മാരാവുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ഗുഡൻസ് എന്ന് പറഞ്ഞാൽ, അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ യഥാർത്ഥത്തിൽ ബലഹീനരാകുമ്പോഴാണ് നമ്മൾ കർത്താവിലൊരു ബലമുള്ളവരായിട്ട് മാറുന്നത്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ ബലവാന്മാരാകുന്ന വാക്യങ്ങളെ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. 2 Corinthians 12:10 ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ബലവാനാകുന്നതെന്ന് പൗലോസ് അവിടെ പറഞ്ഞ 2 Corinthians 12:10 വാക്യത്തിൽ പറഞ്ഞു. ഇപ്പൊ ഇവിടെ അവള് പറയുക, ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അപ്പം ഇത് ആ രാജ്ഞിയായിട്ടിരിക്കുന്നു, വിധവയല്ല എന്നൊക്കെ ഉള്ളത് യെശയ്യാവ് 47-8 വാക്യങ്ങളിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൽ നിന്ന് അവിടെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യെശയ്യാവ് 47-7-8 വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവളുടെ ആ ഫുൾ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സമ്പൂർണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ആശ്രയബോധം നമുക്കുണ്ടോ? അത് നമുക്ക് നമ്മളുടേതായ ചില പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ വചനത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടോ? ദിവസത്തെ മീറ്റിങ്ങിന് ഇങ്ങനെ വിളിച്ച് മീറ്റിങ്ങിന് കയറ്റേണ്ടി വരുന്ന സ്ഥിതി എന്താ എന്നുവെച്ചാൽ, വചനത്തിന് വേണ്ടി നമുക്ക് അതുപോലെ ഞാനൊക്കെ അവിടെ പരിഹാരത്തും വെല്ലൂരും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ആണെങ്കിലും വി ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് മീറ്റിംഗ്. ദിവസത്തെ മീറ്റിംഗ് ആവട്ടെ, നമ്മുടെ ഹോസ്റ്റൽ മീറ്റിംഗ് ആവട്ടെ, അത് എപ്പോഴാ വരുന്നേ, എപ്പോഴാ അത് അതിനായിട്ടപ്പം ആ വചനത്തിന് വേണ്ടി നമുക്ക് ദാഹം ഇല്ലാത്തതിന്റെ കാരണം എന്താ കാരണം? നമ്മൾ ബലവാന്മാരാ, നമ്മൾ ഭയങ്കര സ്ട്രോങ്ങാ. അത് കൂട്ടായ്മയ്ക്ക് വേണ്ടി നമുക്കൊരു ദാഹമില്ലാത്ത, കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരാതെ വരാത്ത എന്താ എന്നൊക്കെ വീണ്ടും തോണ്ടി വിളിച്ച് അങ്ങനെ വീണ്ടും ഒക്കെ വിളിക്കേണ്ട വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബലഹീനന്മാരല്ല, നമ്മൾ ഭയങ്കര ബലവാന്മാരാ. അതുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ വലിയൊരു നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് പറഞ്ഞ അജണ്ടകളുണ്ട്. പല കാര്യങ്ങൾ നമുക്ക് പല പ്ലാൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മൾ നോക്കുമ്പോൾ കർത്താവിന് ദുഃഖമുണ്ട്. ആ ഒരു കർത്താവിൻ്റെ ഹൃദയത്തിലൊരു ദുഃഖം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളായിരിക്കേണ്ടും വണ്ണം ഒരു നുറുക്കം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു നുറുക്കം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രോക്കൺനെസ്, നമ്മളുടെ CFC ചർച്ചസിലേക്ക് ഈ ഒരു നുറുക്കം എന്നുള്ള പദമൊക്കെ കേൾക്കത്തോന്നുള്ളൂ. ബാക്കി നമ്മൾ പുറത്ത് ക്രിസ്തുകളിലോട്ട് പോയാൽ ചാടിത്തുള്ളി ആർത്തുലച്ച് കുടുപ്പിലെല്ലാം തല്ലിപ്പൊട്ടിച്ച് ബഹളം വെച്ച് അങ്ങനെയുള്ള വലിയ തുള്ളിച്ചാടി ആർത്ത് ഉല്ലസിക്കുന്ന പലതരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് വെളിച്ചമില്ലാത്തതുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു യേശുവിനെ നമ്മൾ ഈ വചനത്തിൽ കാണുമ്പോൾ മറ്റൊരു യേശുവിനെ കുറിച്ച് പൗലോസ് വാൺ ചെയ്യുന്നുണ്ട്, മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ് എന്നൊക്കെ എവിടെ പറയുന്നത്? 2 Corinthians 11:4 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയൊക്കെ വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങളിൽ ആ പൗലോസിന്റെ വലിയ ഹൃദയഭാരം പങ്കിട്ടതിന് ശേഷമാണ് നിങ്ങൾ മറ്റൊരു യേശുവിൻ്റെ കൂടെ മറ്റൊരു സുവിശേഷവും മറ്റൊരു ആത്മാവുമായിട്ട് അങ്ങനെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ അങ്ങ് ഔട്ട്റൈറ്റ് ആയിട്ട് അങ്ങ് പോകുന്നില്ലായിരിക്കും. പക്ഷേ നമ്മളും അതേ ചേട്ടത്തിലുള്ളവരാ. മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ആ ഒരു പണത്തിനായിട്ടും പ്രതാപത്തിനായിട്ടും അങ്ങനെ ലോകത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ദൈവത്തെ കൂട്ടി വിളിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഭയങ്കര യേശു ഈ ഭൂമിയിൽ, ഇപ്പം യേശു കർത്താവ് ഈ ഭൂമിയിൽ പല അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും സുവിശേഷങ്ങൾ വായിക്കുന്ന പലർക്കും മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് സർവശക്തനായ ദൈവമായിരിക്കെ തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടാണ്, പിതാവിനെ ആശ്രയിച്ചാണ് താൻ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത്. അല്ലാതെ കർത്താവ് സ്വയമായിട്ട് ചെയ്തതല്ല. അതാണ് നമ്മളിപ്പോൾ ആദ്യം വായിച്ച് യോഹന്നാൻ 5:19-20 വാക്യങ്ങളിൽ നമ്മൾ എന്താ വായിച്ച്, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരെയും വിശേഷത്തായിരുന്ന സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്ര വർഷമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ട്, ഇത്ര വർഷമായിട്ട് നമ്മൾ സഭയിലായിരിക്കുന്നു, ഇത്ര വർഷമായിട്ട് നമ്മൾ പല വചനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. പിന്നെ കർത്താവിന് പ്രസാദകരമായ ഫലം കൊടുപ്പാൻ കാട്ടുമുന്തിരിയാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന് ആദ്യഫലം എന്ന് വേണം, ആദ്യഫലം ആയിട്ട് ഈ 144,000 പേരെ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ നമ്മൾ ഇവിടെ വെളിപ്പാട് 14:4 നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയും കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടു. വെളിപ്പാട് 14-4 വാക്യമൊക്കെ ആ ആദ്യഫലമായിട്ട് നമ്മെ തന്നെ ആദ്യഫലമായിട്ട് നമ്മളാരും പൂർണ്ണനാണെന്നുള്ളൊരു കാര്യമല്ല, മറിച്ച് നമ്മൾ ആ പൂർണ്ണതയിലേക്ക് ആയിരുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ട്. നമ്മൾ ചിലപ്പോൾ വീഴ്ചകളുണ്ടായിരിക്കാം, താഴ്ചകളുണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കാം. അവിടെയൊക്കെ ഒരു ബലഹീനമായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം. അവിടെ 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 2 Chronicles നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു വാക്യം, നിങ്ങൾക്ക് പലർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്യമായിരിക്കും. യഹോസഫത്ത് എന്നുള്ളൊരു രാജാവിന്റെ യുദ്ധം ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ അവിടെ യഹോസഫത്തിനെതിരെ വലിയൊരു സൈന്യമൊക്കെ വരിക. അപ്പോൾ തനിക്ക് എന്താ ചെയ്യേണ്ടത്, തന്നെ വല്ലാതെ നിസ്സഹായതയോടെ ആയിത്തീർന്നു. ഞങ്ങൾക്ക് സൈന്യബലമുണ്ട്, അത് ചെയ്യുന്നുള്ളൊരു. അപ്പൊ ആ യഹോസഫത്ത് എന്ന രാജാവ് 2 ദിനവൃത്താന്തം എല്ലാവർക്കും എടുക്കാൻ പറ്റിയത് 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. അവിടെ യഹോസഫത്തിന്റെ ആ ഒരു ഹൃദ്യമായ പ്രാർത്ഥന നമ്മളവിടെ കാണുന്നുണ്ട്. ബലഹീനതയുടെ നിലവിളിയാണത്, എ ക്രൈ ഫോർ ഹെൽപ്പ്. പത്രോസ് മുങ്ങി താഴാൻ പോകുമ്പോഴത്തേക്കും കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ നിലവിളി. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തി കുറച്ചൊക്കെ ഉണ്ട്, കുറച്ച് ശക്തി നീ കൂടെ തരണം. നമ്മൾ കുറച്ച് 50-50 അല്ലെങ്കിൽ കുറച്ച് 20% ഒക്കെ അങ്ങനെ ശക്തിയുണ്ട്, കുറച്ച് 80% നമുക്ക് തന്നാൽ മതി എന്നാണ് പറയുന്നത്. വി ഹാവ് നോ പവർ, കർത്താവേ ശക്തി ഇല്ല. അതാ പറയുന്നത് ഞങ്ങൾക്ക് ഈ സമൂഹത്തോട്. കർത്താവേ നമ്മളിപ്പം നമ്മുടെ പാപത്തിന്റെ പ്രലോഭനങ്ങളായിക്കോട്ടെ, ഈ ലോകത്തിൻ്റെതായ പല വഞ്ചനകളായിക്കോട്ടെ, അല്ലെങ്കിൽ പല പല സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില പരിശോധനകളോ ചില പ്രതിസന്ധികളോ ചില പ്രയാസങ്ങളോ ഒക്കെ കാണും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന. അവിടെ നമ്മൾ എന്നെക്കൊണ്ട് പറ്റും, നമ്മൾ ഈ ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയതുപോലെ ഒരു രാവതിയോളം ഇങ്ങനെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇനി കുറച്ചുകൂടെ ശ്രമിച്ചാൽ പറ്റും. അത് നമ്മൾ ആ ഒരു 0 പോയിന്റിലേക്ക് എത്തി. നമ്മൾ പലപ്പോഴും ഞാനിപ്പോഴും ഈ 0-0 വട്ടപ്പൂച്ചയായിട്ട് നമ്മൾ താഴ്ന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി വിടുതൽ നൽകിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നത്. എപ്പോഴും ആ ഒരു 0 ആയിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി, അത് ഒരിക്കലായിട്ട് താഴ്ത്താൻ പറ്റത്തില്ല, നമ്മൾ ഒരിക്കലായിട്ട് നമ്മളെ സമർപ്പിക്കുന്നു. പക്ഷെ വീണ്ടും നമ്മുടെ ജഡം എപ്പോഴും ഇങ്ങനെ നമ്മൾ മരണശ്വാസം അവസാന അന്ത്യശ്വാസം എടുക്കുന്നിടം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരെ നമ്മുടെ ജഡത്തിന് അതിൻ്റെതായ തലത്തിലൊരു ശക്തിയുണ്ട്. അത് ശക്തി കുറഞ്ഞുകൊണ്ട് വരണം, എങ്കിലും ആ ജഡത്തിനൊരു ശക്തിയുണ്ട്. ആ ജഡത്തിലൊരു സ്വയം എനിക്ക് പറ്റും എന്നുള്ളൊരു ഭാവം വരും. പക്ഷെ അവിടെ വീണ്ടും നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുക്കും. തന്നെ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടുമെന്ന കർത്താവ്
3 തവണ സുവിശേഷങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി 23:12 വായിക്കുന്നുണ്ട്, ലൂക്കോസ് 14:11 വായിക്കുന്നുണ്ട്, പിന്നെ ലൂക്കോസ് 18:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3 തവണ എന്താ വായിക്കുന്നത്? തന്നെ താഴ്ത്തുന്നത് ഉയർത്തപ്പെടും, തന്നെ ഉയർത്തുന്നത് താഴ്ത്തപ്പെടും. നമ്മൾ തന്നെ യേശുവിനെ തന്നെ താഴ്ത്തിയ ഈ ഭൂമി, സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിന് തന്നെ താഴ്ത്തിയ, പിന്നീട് മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തിയ ഒരു അടിമദാസനായിട്ട്, പിന്നെ ക്രൂശിലെ ഒരു ക്രിമിനൽ എന്ന വണ്ണം, ഒരു കുറ്റവാളി എന്ന വണ്ണം തന്നെ താഴ്ത്തി. ഇതാണ് മുമ്പാകെ എപ്പോഴും ഒരു 0 ആയിട്ട്. സർവശക്തനായ ദൈവം, എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷേ കാരണം ഇവൻ ആരാധന സ്വീകരിച്ച് ഭൂമിയിൽ ആരാധനയുടെ കർത്താവ് ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് കർത്താവ് മറ്റുള്ളവർ കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ അയ്യോ ഞാൻ മനുഷ്യനെ അതുകൊണ്ട് നിങ്ങളെന്നെ ആരാധിക്കരുതെന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് ഭൂമിയിൽ ആരാധനയുടെ കർത്താവ് പൂർണ്ണമായിട്ട് ദൈവം തന്നെ ആയിരുന്നു. എന്നാൽ ആ സർവ്വശക്തി അങ്ങ് ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ ആ ഒരു ലിമിറ്റേഷനിൽ, പരിമിതികളിൽ വന്ന നമുക്കൊരു ഉദാഹരണം, നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കണ്ടേ എന്നുള്ളൊരു കാര്യം കാണിച്ചു തരാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ദൈവം ഇന്ന് സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവ് എന്നെ നോക്കുമ്പോൾ ഞാൻ എന്നിൽ തന്നെ വലിയൊരു ബലമുള്ള ഒരു മനുഷ്യനായിട്ടാണോ കാണപ്പെടുന്നത്? അതോ ഞാൻ കർത്താവ് എന്നെ തന്നെ ഞാൻ സമ്പൂർണ്ണമായിട്ട് ഒരു 0 ആയിട്ട്, ഒരു വട്ടപൂജ്യമായിട്ട് ഞാൻ താഴ്ത്തുന്നു? എനിക്ക് ശക്തിയില്ല കർത്താവ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ വെള്ളിയാഴ്ചകളിൽ യോഹന്നാൻ 15, എനിക്ക് തോന്നുമ്പോൾ മാസങ്ങളായിരുന്നു 15 തന്നെ നമ്മളായിരിക്കും. യോഹന്നാൻ 15 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊമ്പും മുന്തിരിവള്ളിയും കൊമ്പുകളും. അപ്പൊ അത് ഈ ഒരു പിക്ചർ അവിടെ ബലഹീനതയുടെ ഒരു പിക്ചർ. ഒരു കൊമ്പെന്ന് പറഞ്ഞാൽ അതിനെന്തോ എന്തെങ്കിലും ഉണ്ടോ? ആ മുന്തിരിവള്ളിയിൽ ചേർന്നിരുന്ന് വസിച്ച ഫലം കായ്ക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു നിസ്സഹായമായ ഒരു ആശ്രയം അത് പിതാവ് ചെയ്ത് കാണിച്ചതെന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. അത് പിതാവ് ചെയ്ത് കാണിച്ചിരുന്ന എല്ലാം ഞാൻ അതുപോലെ അങ്ങ് ചെയ്യുക. ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ പിതാവ് എനിക്ക് കാണിച്ചു തരും, അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ബലഹീനതയോടെ നമ്മളിവിടെ 2 ദിനവൃത്താന്തം 20:12 ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് എനിക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്, ബാക്കി കുറച്ച് ഐഡിയ അങ്ങും കൂടെ പറഞ്ഞതാ എന്നുള്ളതല്ലേ. എന്താ പറയുന്നത്? എനിക്ക് അറിയത്തില്ല. Lord, we don't know. Nor do we know what to do. We are powerless. We do not have any power. പക്ഷെ അവിടെ പറഞ്ഞു നിർത്തിയില്ല. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ കെട്ടി തിരിച്ച് മിസ്രൈമിലോട്ട് പോകാന്നല്ലേ പറഞ്ഞേ. But our eyes are on you. ഞങ്ങളുടെ കണ്ണ് എങ്ങോട്ടാ? നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട്, ഞാനിങ്ങനെ ഭജനത്തിൽ കീബോർഡ് വായിക്കുന്ന ആളാന്ന് എല്ലാവർക്കും അറിയാം, ഒരു വിരൽ ഇവിടെ വെച്ചുകൊണ്ടാവില്ല. എനിക്ക് ഇതേപോലെ കണ്ണ് തിരിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എവിടെ പറയുന്നത്? കണ്ണ് തിരിഞ്ഞിരിക്കുന്ന കാര്യം തലമുണസ്റ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണിങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മള് സങ്കീർത്തനം 123 സങ്കീർത്തനത്തില് അവിടെ നമ്മൾ 2 ദിനവൃത്താന്തത്തിൽ കഴിഞ്ഞില്ല, 2 ദിനവൃത്താന്തത്തിൽ തിരിച്ചു വരണം. 123 സങ്കീർത്തനം 1, 2, 3 ഓർക്കാൻ എളുപ്പം. 1, 2, 3 123 സങ്കീർത്തനത്തില് അവിടെ ഈ കണ്ണു തിരിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിന്നിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടേയിരിക്കുക. കർത്താവേ, അവിടുന്ന് തന്നെ ആ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ, അങ്ങനെ ആ ഒരു മുന്തിരിവള്ളിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ജീവരസം കിട്ടിയാലല്ലാതെ ഫലം കായ്ക്കാനൊക്കത്തില്ല. കർത്താവേ, എനിക്ക് അങ്ങ് സംസാരിച്ചത്, അങ്ങ് ചിന്തിച്ചതുപോലെ ചിന്തിക്കുവാനും, അവിടുത്തെ അതേ മനോഭാവമായിരിക്കാൻ, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞതുപോലെ പറയുവാന്, അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യുവാന്. കർത്താവേ, ഞാൻ ചിലപ്പോൾ നമ്മൾ 20 വർഷമായിട്ട് വിശ്വാസിയായിരിക്കും, 30 വർഷമായിട്ട് വിശ്വാസിയായിരിക്കും, 10 വർഷമായിട്ട് വിശ്വാസിയായിരിക്കും. നമ്മൾ എത്ര വർഷങ്ങളായിട്ട് വിശ്വാസം. ഇപ്പോൾ ഒരു മാങ്കൊമ്പ് പറയുമോ, ഇവിടുത്തെ മാവിൻ്റെ ഒരു കൊമ്പ് പറയുമോ, ഞാൻ 50 കൊല്ലമായിട്ട് ഈ മാവിൻ്റെ തായ്തടിയിലുള്ളത്, അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് വെട്ടിയിട്ടാലും ഞാൻ തന്നെ അങ്ങ് കഴിച്ചുകൊണ്ട് വന്ന് ഏതെങ്കിലും മാങ്കൊമ്പ് പറയുമോ? അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വയർ ഇത്ര മാസമായിട്ട് അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഞാൻ ഈ ബൾബ് കത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ ഫാൻ ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് വയറങ്ങ് കട്ട് ചെയ്താലും ഞാൻ ഇനിയും കറങ്ങിക്കോളും കത്തിക്കോളും എന്ന് പറയുമോ? ഇല്ല. ഒരു മോമെന്റ് ബൈ മോമെന്റ്, ഓരോ നിമിഷഗണത്തിലും അവിടുന്ന് ആ ശക്തി തന്നാലേ ഉള്ളൂ. എന്നിൽ തന്നെ യാതൊരു ശക്തിയില്ല. അതാണ് നുറുക്കം എന്ന് പറയുന്നത്. നുറുക്കം, ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. ബ്രോക്കൺനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ജഡത്തിൽ, അല്ലെങ്കിൽ ആ ജഡം എന്ന് പറഞ്ഞാൽ സ്വയബലത്തിൽ, അല്ലെങ്കിൽ ആ ജഡമാകുന്ന തിരശ്ശീല ചിന്തെന്ന് പറഞ്ഞാൽ ഈ നുറുക്കമാണ്. ആ നുറുക്കത്തിൻ്റെ ആ പിക്ചേഴ്സ് നമ്മൾ വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു
സുഗന്ധവ്യഞ്ജന ഭരണി പൊട്ടിച്ച് അവിടെ സുഗന്ധം പരക്കുന്നതൊക്കെ എന്ന് പറയുമ്പോഴൊക്കെ അവിടെ ഒരു നുറുക്കമാണ് നമ്മളുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വഴി. അപ്പം അതുപോലുള്ള ഒരു അതിനായിട്ട് ദൈവം നമ്മൾ നുറുക്കും. ദൈവത്തിനെ നമ്മൾ നുറുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് പിടിച്ച് കോളറിന് പിടിച്ച് കഴുത്തിന് പിടിച്ച് അന്നെ ഞാനിപ്പോൾ നുറുക്കിക്കളയെന്നും പറഞ്ഞ് നുറുക്കത്തില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിലെ കർത്താവ് തന്നെ നമ്മളെ നുറുക്കാനൊക്കെ ഉള്ളൂ. നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ടെമ്പറമെന്റ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കുറച്ച് ശാന്ത സ്വഭാവമുള്ളവരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കുറച്ചൊരു ആ ഒരു ടെമ്പറമെന്റ് അനുസരിച്ച് പല സ്വഭാവ സവിശേഷതകളൊക്കെ കാണും. പക്ഷെ അതിനനുസരിച്ചല്ല, മറിച്ച് നമ്മളുടെ ആ സ്വയബലം, നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ടെമ്പറമെന്റ് ഉള്ള ആളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഒരു ഈഗോ ഉണ്ട്. നമ്മുടെ ആ ഈഗോയെ തൊട്ട് കളിച്ചാൽ അപ്പം പത്തി വിടർത്തി. പാമ്പ് പാവമായിട്ടിരിക്കും, പെട്ടെന്ന് പത്തി വിടർത്തുന്ന പറഞ്ഞതുപോലെ നമ്മളുടെ ഈഗോ എവിടെ തൊട്ടാൽ നമ്മൾ പ്രകോപിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം നമുക്കും ഒരു പരിധിവരെ അറിയാം. ദൈവത്തിന് നന്നായിട്ട് അറിയാം. സാത്താനും നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാത്താനും അറിയാം എവിടെ ഇവനെ തൊട്ടാൽ ഇവൻ അത് പ്രതികരിക്കും എന്നുള്ള കാര്യം. പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു സ്വയത്തിൽ അതുപോലെ നമ്മളെ കർത്താവേ അതുപോലെ ഒരു നിസ്സഹായതയോടെ ആ ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു ആ ഒരു പ്രാർത്ഥന, അത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ദൈവഭാഗത്താണ് കർത്താവേ അതുപോലെ ഒരു ആശ്രയബോധം എനിക്ക് തരണമേ. ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ, ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോലും ഒക്കത്തില്ല കർത്താവ് മത്തായി 18:3 വാക്യത്തിൽ പറയുന്നത്. അതായത് വീണ്ടും ജനിക്കുമ്പോഴും ആ ശിശുവിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തണം എന്ന്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവന് ഈ ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നതിനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ. ഏറ്റവും വലിയവൻ ആരാ? സ്വർഗരാജ്യത്തിലെ യേശു കർത്താവ്. ഏറ്റവും അധികം തന്നെ താഴ്ത്തിയതാരാ? യേശു കർത്താവ്. അപ്പം നമ്മളുടെ വളർച്ച, നമ്മളുടെ ആരംഭമാവട്ടെ, നമ്മുടെ വളർച്ചയാവട്ടെ, എല്ലാം അതാ ഹ്യൂമിലിറ്റി ഈസ് എ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് നമ്മൾ സാക്ബറി എന്നൊക്കെ എപ്പോഴും കേൾക്കുന്നത്. ആ ഒരു താഴ്മ എന്ന് പറയുമ്പോൾ നമ്മുടെയായിട്ട് എന്തോ ഒരു താഴ്മയായിട്ട് ഇങ്ങനെ ഇവർക്കൊന്നും അറിയത്തില്ല, ഇങ്ങനെ അഭിനയിക്കുന്ന അങ്ങനെ ഒരു വ്യാജ താഴ്മയല്ല, മറിച്ച് നമ്മളുടെ ദൈവമുമ്പാകെ നമ്മുടെ മനോഭാവം ആ ഒരു സീറോ ആയിട്ടുള്ളൊരു നിസ്സഹായമായിട്ടുള്ളൊരു മനോഭാവം. അത് നമ്മളിവിടെ 2 ദിനവൃത്താന്തം 12 നമ്മൾ വായിച്ച് ഞങ്ങൾക്ക് അറിയത്തുമില്ല, ശക്തിയില്ല, അറിയത്തുമില്ല കർത്താവേ. പക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നമ്മൾ 123 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചുവല്ലോ, യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ച് മടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ദാസന്മാരുടെ കണ്ണ്, നമ്മളവിടെ 123 2 വാക്യത്തിൽ നമ്മൾ കണ്ടു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കാണ്. യജമാൻ എന്താ ചെയ്യുന്നത്, യജമാൻ എന്താ ഇനി പറയാൻ പോകുന്നത്, അതുപോലെ ദാസിയുടെ കണ്ണ് യജമാനത്തെ കയ്യിൽ പോലെ യഹോവേ ഞങ്ങളുടെ കണ്ണ് യഹോവയിലേക്ക് അങ്ങയിലേക്കായിരിക്കുന്നു. ആ ഒരു നിസ്സഹായതയോടെ അത് ചിലപ്പോൾ മാത്രമല്ല എപ്പോഴും നമ്മളെ തന്നെ ആ ഒരു 0 പോയിന്റിൽ കീപ്പ് ചെയ്തുകൊണ്ട് കർത്താവേ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളോ പല കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴും അവിടെ കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ അളന്ന് തൂക്കി കർത്താവ് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കും. അവിടുത്തെ കൃപ എനിക്ക് മതി. നമ്മൾ ആ 3 വാക്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എന്തൊക്കെയാ? 1 കൊരിന്ത്യർ 10:13 എന്താ പറയുന്നേ? നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും ദൈവം അനുവദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ റോമർ 8:28 ഇല്ല, ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. പിന്നെ 2 കൊരിന്ത്യർ 12:9 അവിടുത്തെ കൃപ മതി. 3 വാക്യങ്ങൾ കിട്ടിയോ? നമ്മൾക്ക് വലിയ സ്വസ്ഥത തരുന്ന 3 വാക്യങ്ങളാണ്. എന്താ നമ്മുടെ ചേർച്ചസിൽ പലപ്പോഴും സഗ്ബോധനൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഒത്തിരി എംഫസൈസ് ചെയ്ത് പറയുന്ന ഈ 3 വാക്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1 കൊരിന്ത്യർ എല്ലാവരും എഴുതിയെടുത്തോ. 1 കൊരിന്ത്യർ 10:13 ദൈവം നമുക്ക് കഴിഞ്ഞ കൂടുതലൊന്നും പരീക്ഷ അനുവദിക്കത്തില്ല എന്നുള്ളൊരു വാക്യമാണ്, വലിയൊരു വാഗ്ദാനം. നമ്മൾ എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും ആ ഒരു ബലഹീനതയിൽ കർത്താവിനെ ചാരുവാൻ നമ്മളെ സഹായിക്കുന്ന വാക്യങ്ങളാണ്. പിന്നെ റോമർ 8:28 എന്താ? ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. നമുക്ക് ചില പ്രയാസം ഉണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും കർത്താവ് പിന്നെ കർത്താവിനെ പോലെ ആക്കി തീർക്കാനാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കർത്താവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ആ നന്മയെക്കുറിച്ച് അതിന് തൊട്ടടുത്ത വാക്യത്തിൽ 29 പറഞ്ഞപ്പോൾ യേശുവിനെ പോലെ ആവാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ സാഹചര്യം. അപ്പോൾ തന്നെ നമ്മുടെ മൈക്കും സ്പീക്കറിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളെല്ലാം കർത്താവിനെ പോലെ എന്നെ കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയൊരു പ്രശ്നം. അതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. നമ്മൾ വലിയ ഓരോരോ മണിപ്പൂരിലൊക്കെ ഉള്ള വിശ്വാസികളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ പ്രശ്നമൊക്കെ ഉറുമ്പുകടി പോലും ഇല്ല. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ
അതല്ല. പിന്നെന്താ 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു. കർത്താവ് എനിക്ക് കൃപ തരും. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും, ചിലപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള അമ്മായിയമ്മയോ നാത്തൂനോ അല്ലെങ്കിൽ അയൽവക്കക്കാരോ ജോലി സ്ഥലത്തുള്ള സഹവർത്തികരോ അല്ലെങ്കിൽ അളിയന്മാരോ അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില ആൾക്കാരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളോ രോഗാവസ്ഥകളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യത്തിൽ ഉത്തരങ്ങളങ്ങ് ദൈവം അങ്ങ് ഒരു ഗ്രീൻ സിഗ്നൽ കാണുന്നില്ല, എപ്പോഴും അങ്ങ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ കർത്താവെ അവിടുത്തെ കൃപ, ഇതെല്ലാം കർത്താവെ സഹിച്ച് മുമ്പോട്ട് പോകുവാൻ അവിടുത്തെ കൃപ എനിക്ക് മതി. കർത്താവെ അവിടുന്ന് എനിക്ക് കഴിവിനെ കൂടുതലൊന്നും അനുവദിക്കത്തില്ല, അവിടുന്ന് എല്ലാം നന്മയ്ക്കാട് കൂടി വ്യാപരിപ്പിക്കും. അങ്ങനെ കർത്താവെ അങ്ങിലേക്ക് തന്നെ ഞാൻ സഹായത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എന്നിലേക്ക് നോക്കിയാൽ നിരാശപ്പെട്ടു പോകും, അല്ലെങ്കിൽ നിഗളിച്ചു പോകും. അമ്പട ഞാൻ വലിയ ആളാ, അല്ലെങ്കിൽ നിരാശപ്പെട്ടു അയ്യോ പാവൻ ഞാനേ, അയ്യോ പാവൻ ഞാനെന്ന് പറഞ്ഞാൽ അമ്പട ഞാനെന്ന് പറഞ്ഞാൽ എന്തുണ്ട് കോമൺ ആയിട്ട് ഞാനുണ്ട്. എൻ്റെ ഈഗോയാണ്. സെൽഫ് പിറ്റി ആയാലും പ്രൈഡ് ആയാലും സെൽഫിന്റെ 2 വശങ്ങളാണ്. നമ്മൾ അയ്യോ പാവൻ ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താഴ്മയാണെന്നായിരിക്കും, പക്ഷെ ഇല്ല, അതും ഭയങ്കര നിഗളമാണ്. നിഗളത്തിൽ നിന്നാണ് സ്വയസഹിതാപ. അയ്യോ എന്നെ ആരും വിളിച്ചില്ല, എന്നെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിച്ചില്ല, എന്നെ ആരും കരുതിയില്ല, എന്നെ അവരങ്ങനെ ചെയ്തു, അയ്യോ പാവം ഞാനേ എന്ന് പറയുന്ന ആ ഒരു സ്വയസഹതാപവും അത് നിഗളമാണ്. മറ്റേ അമ്പട ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാ മോൻ, എനിക്ക് 2 പറഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് എൻ്റെ കഴിവെന്ന് എനിക്ക് എൻ്റെ സ്വാധീനവും എൻ്റെ ബലമൊക്കെ ഒന്ന് ഞാൻ എത്ര വലിയ ആളാന്നുള്ളൊരു കാര്യം അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുന്ന അമ്പട ആയാലും അത് സ്വയത്തിൻ്റെ 2 വശങ്ങളാണെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ടെമ്പർമെന്റ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അയോഗ്യമാവൻ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അമ്പട ആയിരിക്കും. പക്ഷെ എന്തായാലും അവിടെ അവിടെ ആ ഞാനങ്ങ് മാറി ക്രിസ്തുവാണ്, ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരണം. നമ്മളിവിടെ 2 ദിനവൃത്താന്തം 20 വന്നപ്പോൾ ശക്തിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം അവരെ അങ്ങ് കൈവിട്ടോ? ഇല്ല. അതിട്ട് എൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ എൻ്റെ അവസാന ഭാഗം കണ്ടോ. 2 ദിനവൃത്താന്തം 20 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിന് അവസാനം, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ. ദ ബാറ്റിൽ ഇസ് നോട്ട് യോഴ്സ് ബട്ട് ഗോഡ്സ്. നമ്മളൊരു പാട്ടി പാടുന്നത്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. കർത്താവിൻ്റെതാണ് യുദ്ധം. നമ്മുടെ ജീവിതത്തിലെ ജഡത്തിനെതിരെ, ലോകത്തിനെതിരെ, പിശാചിനെതിരെയുള്ള യുദ്ധം നമ്മളായിട്ടങ്ങ് പോരടിക്കുമല്ല, കർത്താവിൻ്റെ ആ യുദ്ധം. ഇവൻ 17-ാമത്തെ വാക്യം കണ്ടോ. 2 ദിനവൃത്താന്തം 20:17, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യഹൂദയും യെരൂശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ദ ലോർഡ് വിൽ, യു നീഡ് നോട്ട് ഫൈറ്റ്, ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. കർത്താവിൻ്റെതാണ് യുദ്ധം എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. നമ്മൾ ഇത് ഇപ്പം 2 ദിനവൃത്താന്തം എടുത്ത സ്ഥിതിക്ക് അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആസ്തയുടെ പ്രാർത്ഥന നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ. 14-ാം അധ്യായത്തിലാണ് 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആസ തന്നെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. ബലവാനും ബലഹീനനും, പവർഫുൾ ആൻഡ് ദോസ് ഹു ഹാവ് നോ സ്ട്രെങ്ത്. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ, നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. നിന്നില്ല ഞങ്ങളുടെ ആശ്രയം, നീ അല്ലാതെ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. അതാ പറയുന്നേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, നമ്മൾ ബലവാനാന്നുള്ള അർത്ഥത്തിൽ നമ്മളെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ തന്നെ അങ്ങ് നുറുക്കും. പല കാര്യത്തിലൊക്കെ നമ്മളെ തോൽക്കാനും, ചില പ്രശ്നങ്ങളുണ്ടാവാനും, ചില എക്സാമൊക്കെ ഡിഫിക്കൽട്ട് ആവാനും, കുറച്ച് മാർക്ക് കുറയാനും ഒക്കെ ദൈവം അനുവദിക്കുക. അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ബലഹീനനാവാൻ വേണ്ടി കർത്താവിൻ്റെ കരുണയാണ്. അപ്പം ബലവാനും ബലഹീനനും തമ്മിൽ കാര്യം ഉണ്ടായാൽ യഹോവ ഞങ്ങളെ സഹായിക്കണമേ, അത് കാര്യം ഉണ്ടായാൽ സഹായിക്കുമ്പോൾ നീ അല്ലാതെ മറ്റാരുമില്ല. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പല 5 വേറെ റിസോഴ്സസ് ഉണ്ട് എന്നുള്ള കാര്യമല്ല, നീ അല്ലാതെ വേറെ ആരുമില്ല. ആ ഒരു നിസ്സഹായ ഒരു മനോഭാവം, കർത്താവിനെ നമ്മൾ കണ്ടു. യോഹന്നാൻ, നമ്മൾ ആദ്യം ചിന്തിച്ച് യോഹന്നാൻ 5 നമുക്കൊന്ന് തിരിച്ചു വരുവാണെങ്കിൽ, ഞാൻ അവിടെ യോഹന്നാൻ 5 കർത്താവിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടെ യേശു ആയിരുന്നു നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവായിരുന്നു ജീവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, കർത്താവായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ കർത്താവ് എങ്ങനെ ആയിരിക്കും ഈ പ്രശ്നം നേരിടുന്നത്? കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ
ഞാൻ എങ്ങനെ ഈ പ്രശ്നം അഭിമുഖീകരിക്കണ്ടേ, അല്ലെങ്കിൽ പല പല ഇപ്പം നമ്മൾ ചിലപ്പം വലിയ വലിയ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ചിലപ്പം ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടുന്നതും കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നതും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നതും ജോലി ചെയ്യുന്നതും നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നതും ചിലപ്പം ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചിലരെ മീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ സാധാരണമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങളായിരിക്കും. പക്ഷെ അവിടെയൊക്കെ യേശുവിനെ പോലെ എനിക്കായിരിക്കണം എന്നുള്ളൊരു, യേശുവിനെ പോലെ ആവണം എന്നാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. യേശുവിനെ പോലെ ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ അവൻ യേശു നടന്ന പോലെ നടക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ 2:6 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു എങ്ങനെ നടന്നതെന്നാണ് നമ്മളിപ്പം ആദ്യം വായിച്ച്. യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യം, പിതാവ് പപ്പ ചെയ്ത് കാണിച്ചിരുന്നു മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു മനോഭാവം. ഇപ്പം ജോഹാൻ പറയുക, പപ്പ പറയുവാണെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറയുന്നത് പോലെ അതുപോലെ ആ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ ഒരു സഹായതയോടെ കർത്താവിൽ ആശ്രയിക്കുന്നത്. കർത്താവ് ഇത് എപ്പോഴാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 5-ാം അധ്യായത്തിൽ അവിടെ ബെഥസ്ദ കുളക്കരയിൽ ഒരു തളർന്നു കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. പിതാവിൻ്റെ ആ ഒരു പ്രേരണയോടെ ആ ശബത്ത് ദിവസം തന്നെ കൃത്യമായിട്ട് പരീക്ഷന്മാരെ നന്നായിട്ടൊന്ന് ചൊറിയാൻ വേണ്ടി കർത്താവ് ശബത്ത് ദിവസം തന്നെ പിതാവ് പറഞ്ഞയക്കുന്ന കാര്യം നമ്മൾ ശബത്ത് ദിവസത്തിൽ എന്തെങ്കിലും അത് വിശ്രമിക്കേണ്ട ദിവസമാണ്. പക്ഷെ അത് പിതാവ് അവിടെ ശബത്തിന് കൽപ്പന കൊടുത്തത് എന്താ, അവരെ ദൈവത്തിൽ വിശ്രമിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവര് പരീക്ഷന്മാര് ദൈവത്തിലൊരു വിശ്രമവും ഇല്ലാതെ അവര് ബാക്കിയുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ച് കുറവും കണ്ടുപിടിച്ച് നടക്കുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആ ശബത്തിന്റെ കർത്താവാകുന്ന കർത്താവ് ആ ശബത്തിൽ അവരെ ചെന്ന് ഹീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളതിന്റെ 16-ാമത്തെ വാക്യം, യേശു ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവരെ ഉപദ്രവിച്ചു. ജൂസ് വെ പെർസിക്യൂട്ടിങ്. അപ്പൊ യേശു അവര് ഇപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനെ ബലഹീനരായിട്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ള കാര്യമല്ല. മറിച്ച് നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ബലത്തോടു കൂടി മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും ശക്തിയോടെ എന്നിൽ വ്യാപരിക്കുന്ന വലിയ ശക്തിയോടെ ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞതുപോലെ ഏറ്റവും അധികമുള്ള അധ്വാനമായിരിക്കും അവിടെ വരുന്നത്. പൗലോസ് അതുപോലെ ബലഹീനനായതുകൊണ്ട് പൗലോസിനെ ദൈവത്തിന് അതുപോലെ ശക്തിയോടെ ഉപയോഗിക്കാൻ സാധിച്ചു. ഇപ്പം ഇവിടെ നമ്മൾ അത് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, യേശു അവരോട് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിതാവ് പ്രവർത്തിക്കുന്നു, പിതാവിന് ശബത്ത് റെസ്റ്റ് ഒന്നുമില്ല, പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിതാവ് പറയുന്ന ആ പ്രോംപ്റ്റിങ്ങിനനുസരിച്ച് പിതാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ചാണ് ഞാനും കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നത്. അതായത് നമ്മള് വേറൊരു എക്സ്ട്രീമിലോട്ടോ അപ്പൊ നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ അടങ്ങിക്കൂടി അങ്ങ് ഇരുന്ന് ബലഹീനരായിട്ടങ്ങ് ഇരുന്നാൽ മതി എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മൾ ആത്മാവിൽ ആ ഒരു ബലം ധരിച്ച് പൗലോസിന്റെ ആ വാക്യങ്ങൾ നമുക്കറിയാം. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് കൊളോസ്യർ 1:29 ഒന്ന് പോവുകയാണെങ്കിൽ പൗലോസിന്റെ ആ വാക്കുകൾ തികയുന്നില്ല. പൗലോസിന് അവിടെ ഗ്രീക്കിലുള്ള പല പല വാക്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് പറയുന്ന ഒരു മാലപ്പടക്കം ഉണ്ട്. ഇവിടെ കൊളോസ്യർ 1:29, അതിനായി ഞാൻ എല്ലാവരെയും ക്രിസ്തുവില് പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നു, തികഞ്ഞവരായിട്ട് നിർത്തേണ്ടതിന് എല്ലാവരെയും പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാണ് അതിന്റെ തൊട്ട് മുമ്പേ പറയുന്നത്. 28-ാമത്തെ വാക്യത്തില് എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ വേണ്ടി, കുറച്ചുപേര് മീറ്റിങ്ങിന് അവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ തികഞ്ഞവരായാൽ മതി എന്നല്ല, എല്ലാവരും തികഞ്ഞവരാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, വഴക്ക് പറയുന്നു. അതാ പറയുന്നത്, അഡ്മോണിഷ് ചെയ്യുന്നു. എനിക്ക് നല്ല ചുവല കഷായം കൊടുക്കാന്ന് പറഞ്ഞത് അത് അഡ്മോണിഷിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഈ പ്രൊക്ലെയിം ഹിം അഡ്മോണിഷിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഡോസൊക്കെ കൊടുത്ത് നല്ല വഴക്കൊക്കെ പറഞ്ഞ് എല്ലാവരും തട്ടി എഴുന്നേൽപ്പിച്ച് അഡ്മോണിഷിംഗ്. അത് മലയാളത്തിൽ പ്രബോധിക്കുന്നതേ വന്നിട്ടുള്ളൂ. അവനെ ഞങ്ങൾ അത് 28 മുതൽ വായിക്കുവാണേ, അവനെ യേശുവിനെ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. 27-ാമത്തെ വാക്യം, യേശു കർത്താവ് നമ്മളുടെ മഹത്വത്തിന്റെ പ്രത്യാശ, ദൈവത്തിന്റെ മഹത്വം നമുക്കും ആ മഹത്വം പ്രാപിക്കാനൊക്കെ എന്നുള്ളൊരു പ്രത്യാശ ആകുന്ന ആ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതം, ആ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എല്ലാ ദിവസവും എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നല്ല, എന്താ പറയുന്നത്, അതിനായിട്ട് ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ശക്തി, ഇത് നമ്മൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്ന, നമുക്ക് ഇവർ തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് പല കാര്യങ്ങൾ നമ്മളുടെ ജോലി സ്ഥലത്താവട്ടെ, നമ്മുടെ പഠിത്തത്തിലാവട്ടെ, നമ്മൾ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഏറ്റവും കർത്താവിൽ ബലഹീനമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഞാനൊന്നും പഠിക്കാതെ വെറുതെ ഇരിക്കുന്നു നല്ലതല്ല. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നു, ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ദൈവം തരുന്ന ആ ഒരു ഊർജ്ജത്താൽ നമ്മൾ ഏറ്റവും കഠിനമായിട്ട് അധ്വാനിക്കുന്നു, ഏറ്റവും കർത്താവിനായിട്ട് നമ്മൾ ചെലവഴിക്കപ്പെടുന്നു. പിതാവ് നമ്മൾ തിരിച്ച് യോഹന്നാൻ 5:17 നമ്മളിപ്പം കണ്ടു. പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നത്, ഫാദർ ഈസ് വർക്കിംഗ്
നൗ ആൻഡ് ഐ മൈസെൽഫ് ആം വർക്കിംഗ്. പിതാവ് പ്രവർത്തിക്കുന്നു, അത് തന്നെ ഞാനും പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ അപ്പത്തേക്ക് എല്ലാവരും കൂടെ ശബദം ലംഘിച്ചത് മാത്രമല്ല, ഇപ്പം 18ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? യോഹന്നാൻ 5:18 ദൈവത്തെ പിതാവെന്ന് വിളിച്ച് ദൈവത്തിന് സമനാന്ന് പറയുക. ഞാനും ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായിട്ട് ശ്രമിച്ചു പോയി. എല്ലാവരും കൂടെ കൊല്ലാൻ വേണ്ടി 10-200 പേര് നമ്മളെ കൊല്ലാൻ വേണ്ടി പെട്ടെന്ന് വരുമ്പോൾ നമ്മള് എന്തുവാ ചിലപ്പം ഷോക്ക് വന്ന് താഴെ വീഴൂല്ലേ? പക്ഷെ കർത്താവ് എന്താ ഏറ്റവും ആഴത്തിലുള്ള ദൈവവചനമാണ് അവിടെ പറയുന്നത്. 19 നമ്മളിപ്പോൾ ആദ്യം വായിച്ച വാക്യം, ഏറ്റവും ആഴത്തിലുള്ള ഇത് ഞാനൊന്നും സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അവിടുന്ന് ഓർഡർ ഉണ്ട്, അത് ഞാനങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. അത് പപ്പ ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ പുത്രന് എനിക്കൊന്നും സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നത്തിങ് എൽസ്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു 3 കാര്യങ്ങളാണ്: നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ് എന്ന് ആരോ ഒരു ഉദ്ധരണി പണ്ട് വായിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഈ വാക്യത്തോട് ബന്ധപ്പെട്ടല്ല ആ 3 വാക്യങ്ങൾ, ആ 3 ഫ്രേസ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ എനിക്കതൊക്കെ കണക്ട് ചെയ്ത് തന്നു. നത്തിങ് എൽസ്, നത്തിങ് മോർ, നത്തിങ് ലെസ്. നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രം. അതാ ഇപ്പൊ നമ്മൾ ആദ്യം വായിച്ച്, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രനൊന്നും സ്വതവേ ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ അവൻ ചെയ്യുന്നത് എല്ലാം പുത്രന് അവണം തന്നെ ചെയ്യുന്നു. നത്തിങ് മോർ, എല്ലാം പിതാവ് ചെയ്ത് കാണിച്ചിരുന്നതെല്ലാം അതുപോലെ തന്നെ അങ്ങ് ചെയ്യുന്നു. അതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷെ അതിൽ കുറവും ചെയ്യുന്നില്ല. അതാ നത്തിങ് ലെസ്. അതാ 20ാമത്തെ വാക്യത്തിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. താൻ ചെയ്യുന്നതൊക്കെയും നത്തിങ് ലെസ്, ഷോസ് ഓൾ തിങ്സ്. കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രം, കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നത് പോലെ തന്നെ കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നതെല്ലാം എന്ന് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ കാര്യങ്ങളാണ് കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രം, കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നത് പോലെ തന്നെ കർത്താവ് ചെയ്ത് കാണിച്ചു തരുന്നതെല്ലാം കർത്താവ് ചെയ്യുവാൻ, ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാം, ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാം തീർന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ഇതിലും വലിയ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ തന്നെ ശബത്തിൽ ഹീൽ ചെയ്ത് തന്നെ കൊല്ലാൻ പറ്റില്ല, ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. അപ്പം അതാ പറയുന്നത്, 20 വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നെന്ന് പറഞ്ഞതുപോലെ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുവാർ ഇവയിലും വലിയ പ്രവൃത്തി, ഇതൊക്കെ ചോട്ടാ പ്രവൃത്തികളേ ഉള്ളൂ, ഇനിയിപ്പം വലിയ ബടാബട പ്രവൃത്തികൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഇവയിലും വലിയ പ്രവൃത്തികൾ അവന് കാണിച്ചു കൊടുക്കുക. അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാനും അതൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ കൊല്ലാനോ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വന്ന കുഴപ്പമില്ല, പിതാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നത്തിങ് എൽസ്, കർത്താവേ എനിക്ക് അവിടുത്തെ ഹിതം, ഗോഡ്സ് വിൽ, നത്തിങ് എൽസ്, വേറെ ഒന്നും വേണ്ട. നത്തിങ് മോർ, അതിലും കവിഞ്ഞ് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എൻ്റെതായിട്ടുള്ള കുറേ വാർത്തയെ പോലെ ചെയ്തു തീർക്കണ്ട. നത്തിങ് ലെസ്, എന്നാൽ പിതാവ് ചെയ്ത് കാണിച്ചത് എല്ലാം തന്നെ, ആ പ്ലാൻ എല്ലാം ഫുൾഫിൽഡ് ആകണം. അതിനകത്ത് കുറച്ചൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഒരു വൃത്തം കുഞ്ഞുങ്ങൾക്ക് കളർ ചെയ്യാൻ കൊടുത്ത കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അവര് വേറെ എവിടെയെങ്കിലൊക്കെ ചെന്ന് ചിലപ്പോൾ വേറൊരു വൃത്തത്തിൽ ചെന്ന് കളർ ചെയ്യും. അത് നത്തിങ് എൽസ്, വേറെ എവിടെയൊക്കെ ചെന്ന് അതിൽ തന്നെ അല്ലേ കർത്താവിന്റെ വൃത്തത്തിൽ തന്നെ കളർ ചെയ്യണം. പിന്നെ നത്തിങ് മോർ, അവര് അതും താണ്ടി പുറത്തെല്ലാം കൂടെ കളർ ചെയ്യുന്നതിലും അതും അതിന്റെ ആവശ്യമില്ല. പിന്നെ നത്തിങ് ലെസ്, ആ വൃത്തം തന്നെ ഫുള്ള് കളർ ചെയ്യാതെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് അടിച്ചു വെച്ചിട്ട് ആ എല്ലാം തീർത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ആ ഒരു ബലഹീനതയോടെ കർത്താവിനെ ആ ബലഹീനതയോടെ കർത്താവ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു. നമുക്ക് ആ വാക്യം അറിയാവോ? 2 കൊരിന്ത്യർ 13 4 വാക്യം. 2 കൊരിന്ത്യർ 12:10 ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണെന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 13:4 വാക്യം, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടു. അതായത് കർത്താവിന് വേണമെങ്കിൽ ലഗ്യോൻ സൈന്യത്തേക്ക് വിളിക്കായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, മത്തായി 26 ആ വാക്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് തന്നെ അങ്ങ് ബലഹീനനായിട്ട്, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട്, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം, തന്നെ ബലഹീനനാക്കി, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു, ദൈവശക്തിയാൽ ജീവിക്കുന്നു. 2 കൊരിന്ത്യർ 13:4 വാക്യം. ഞങ്ങളും അവനൊരു ബലഹീനതെങ്കിലും അവനോടുകൂടി ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ കർത്താവില് ബലഹീനരായിട്ടായിരിക്കുമ്പോഴാണ് ആ ഒരു ദൈവശക്തിയോടെ ജീവിക്കുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാവുള്ളൂ. യോഹന്നാൻ 1:14 നമ്മൾ യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ അതും കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 14 വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം, വചനം ജഡമായി തീർന്നു. നമ്മൾ അവിടെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വി ബിഹെൽഡ് ഹിസ് ഗ്ലോറി. ഞങ്ങൾ ഈ യേശുവിന്റെ തേജസ് കണ്ടു. ആ കൃപയും സത്യം നിറഞ്ഞവനായിട്ട് പാർത്ത യേശുവിന്റെ തേജസ്സാണ് നമ്മൾ ആ കണ്ട തേജസ്സാണ് ഇപ്പം ഇവിടെ വായിച്ചേ. യോഹന്നാൻ 5:19-20 വാക്യങ്ങളിൽ മാത്രമല്ല, ഓഫ്കോഴ്സ് വചനത്തിലുടനീളം ആ തേജസ്സാണ് പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടിയിരിക്കുന്നതെന്ന്. ഈ ഒരു വചനത്തില് കർത്താവിന്റെ തേജസ്സിനെ, കൃപയും സത്യവും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ, ഈ ബലഹീനനായിട്ട് പിതാവിനെ അതുപോലെ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ജീവിച്ച ആ കർത്താവിനെ നമ്മിൽ തന്നെ ഒരു ബലമില്ലാതെ സമ്പൂർണ്ണമായിട്ടും കർത്താവെ ആ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ആശ്രയിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കർത്താവ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് ശക്തിയില്ല, എല്ലാത്തിലും നമ്മുടെ പഠിത്തത്തിലാവട്ടെ, നമ്മുടെ ജോലിയുടെ കാര്യത്തിലാവട്ടെ, നമ്മളുടെ ഓരോരോ പ്രയോറിറ്റീസ് ആവട്ടെ, എല്ലാത്തിനും കർത്താവ് അവിടെ സഹായിക്കണമേ എന്നുള്ളൊരു ആശ്രയബോധത്തോടെ ആ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ജീവിച്ച യേശുവിനെ താൻ കണ്ടു. ആ യേശുവിൻ്റെ തേജസ് കണ്ടു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. നമ്മൾ ഈ യേശുവിൻ്റെ തേജസ് ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിലായി എന്നുള്ളതേ ഉള്ളൂ. മറിച്ച് യേശുവിനെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനായിട്ട് നമ്മൾ കണ്ണുകൾ തുറക്കട്ടെ. കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ജ്ഞാനികൾക്കും വിവേകികൾക്കും അല്ലാതെ അത് മറച്ചു വെച്ച് ശിശുക്കൾക്കായി വെളിപ്പെടുത്തി തരുന്നത്. എന്നെ തന്നെ ഒരു ശിശുവിനെ പോലെ ഞാൻ താഴ്ത്തുന്നു. യേശുവിനെ എനിക്ക് കാണണം, യേശു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം. കർത്താവെ, അങ്ങേ തന്നെ ആശ്രയിക്കണം. ആ ഒരു കർത്താവിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയബോധത്തോടെ ശിശുവിനെ പോലെ കർത്താവിനെ ആശ്രയിക്കുവാനും അങ്ങനെ അമിതബലത്തോടെ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയിൽ കർത്താവിനായിട്ട് പോരാടി അധ്വാനിക്കാനും ഒക്കെ ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. സ്നേഹചരടുകളാൽ 244 തൻ്റെ കുരിശോട് എന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിൽ അർപ്പിച്ചു. കർത്താവ് തന്നെ അവിടുത്തെ ആ സ്നേഹചരടുകളാൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹചരടുകളാൽ, കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹചരടുകൾ വന്ന് നമ്മളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് ബന്ധിച്ചില്ലെങ്കിൽ, യാഗമൃഗത്തെ ആ യാഗപീഠത്തിലേക്ക് ചേർത്ത് ബന്ധിക്കുന്നതായിട്ട് നമ്മളെ 118 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ശരിയാണ്, നമ്മൾ വചനമൊക്കെ കേൾക്കുമ്പോൾ കർത്താവിൽ തന്നെ ഇനി നമുക്ക് ജീവിക്കണം. അതെ, നമുക്ക് ദൈവ ആഗ്രഹവും ആ ഒരു ആഹ്വാനവും ഒക്കെ തന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ തുടർന്നും നമ്മളെ ആ കർത്താവിൻ്റെ മാർവോട് തന്നെ ചേർത്ത് ബന്ധിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുതിരകൂടി പോകുന്ന ഒരു അനുഭവമായിരിക്കും. നമ്മളുടെ സ്വയം അത്ര വഞ്ചനയുള്ളതാണ്. തിന്മയേറുന്ന വഴികളിലൊക്കെ ഞാൻ നടന്നകന്നപ്പോഴൊക്കെ അവിടുന്ന് കർത്താവ് എന്നെ തേടി വന്ന് വീണ്ടെടുത്ത ആ സ്നേഹം, ആ കർത്താവിൻ്റെ ദിവ്യസന്നിധാനം തരുന്ന സമാധാനമാണ്. അതുപോലെ സമാധാനം വേറെ എവിടെ ഉള്ളേ? സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം. ബാക്കിയെല്ലാം ഭീതിയുടെ സ്ഥാനമാണ്. അളവും അതിരവൊന്നും ഇല്ലാതെ, അന്തമില്ലാത്ത ആ സന്തോഷം ക്രിസ്തുവിലുണ്ട്. ഉലകം ഉയർച്ച നൽകിയൊക്കെ ഉപചരിക്കാൻ നോക്കും, പക്ഷേ നോ എന്ന് പറഞ്ഞ് നമ്മൾ കുരിശെടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയത്തിന് മരിച്ച്, സ്വന്തം ഇഷ്ടത്തിന് മരിച്ച്, ബലഹീനനായിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ പോകണം. അതല്ലാതെ എനിക്ക് വേറെ ആശയമൊന്നുമില്ല. കർത്താവിൻ്റെ അടിമയായിട്ട് ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അന്ത്യശ്വാസം വരെയും കർത്താവെ അവിടുത്തെ വേല ചെയ്യണം. അവിടുന്ന് എന്താണോ പറയുന്നത് അത് ചെയ്യണം, അത് മാത്രം. ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട, ഇതിൽ കുറവൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ എല്ലാം പൂർണ്ണമായിട്ടും ചെയ്യണം. ആ ഒരു സമർപ്പണത്തോടെ, വലിയ ആഗ്രഹത്തോടെ, സമർപ്പണത്തോടെ കർത്താവിനെ നോക്കി, കർത്താവെ അങ്ങയോടെ ചേർത്ത് ബന്ധിക്കണമേ എന്നുള്ള ആ ഒരു വലിയ സമർപ്പണത്തോടെ കർത്താവിൻ്റെ വലങ്കരം നമുക്ക് ചുറ്റും, ഇടങ്കരം നമ്മുടെ തലയും കീഴിലും ആയിരിക്കുന്നതിനെക്കുറിച്ച് ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോകാതെ അവിടുത്തെ കരങ്ങൾ എന്നെ ആശ്ലേഷിക്കണമേ, എന്നെ ചേർത്ത് ബന്ധിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് സമർപ്പണത്തോടെ നമുക്ക് പാടാം. സ്നേഹ ചരടുകളാലിന്നീശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശു ൊന്നിച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. സ്നേഹ ചരടുകളാലിന്നീശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശു
ണിയുന്നീച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. തിന്മയേറും വഴികളിൽ ഞാൻ നടന്നകന്നല്ലോ എൻ കാൽകൾ ഇടറി വീണല്ലോ. തിന്മയേറും വഴികളിൽ ഞാൻ നടന്നകന്നല്ലോ എൻ കാൽകൾ ഇടറി വീണല്ലോ. തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ എന്നെ താൻ വീണ്ടെടുത്തല്ലോ. തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ എന്നെ താൻ വീണ്ടെടുത്തല്ലോ. സ്നേഹചരടുകളാലിന്നേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോടിന്നിയുന്നീച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. തന്റെ ദിവ്യ സന്നിധാനം തരും സമാധാനം മറ്റെല്ലാം ഭീതിയും സ്ഥാനം. തന്റെ ദിവ്യ സന്നിധാനം തരും സമാധാനം മറ്റെല്ലാം ഭീതിയും സ്ഥാനം. അളവുമില്ല അതിരുമില്ല അന്തവുമില്ല സന്തോഷം ക്രിസ്തുവിലുണ്ട്. അളവുമില്ല അതിരുമില്ല അന്തവുമില്ല സന്തോഷം ക്രിസ്തുവിലുണ്ട്. സ്നേഹചരടുകളാലിന്നേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോടിന്നിയുന്നീച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. ഉലകനീതി ഉയർച്ച നൽകി ഉപചരിക്കേണ്ട എന്നീ നീ ആകർഷിക്കേണ്ട. ഉലകനീതി ഉയർച്ച നൽകി ഉപചരിക്കേണ്ട എന്നീ നീ ആകർഷിക്കേണ്ട. കുരിശിടുത്തൻ ഗുരുവിൻ പിൻപേ പോകണം അല്ലാതെ നീക്കും നാശവേറില്ല. കുരിശിടുത്തൻ ഗുരുവിൻ പിൻപേ പോകണം അല്ലാതെ നീക്കും നാശവേറില്ല. സ്നേഹചരടുകളാലിന്നേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോടിന്നിയുന്നീച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു. അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറില്ല സ്വാതന്ത്ര്യമേതും. അവനടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം
പോലെ വേറില്ല സ്വാതന്ത്ര്യമേറും അന്ത്യശ്വാസം പൂങ്കരിക്കും വേല ചെയ്യും ഞാൻ പ്രസാദ സേവ ചെയ്യും ഞാൻ അന്ത്യശ്വാസം പൂങ്കരിക്കും വേല ചെയ്യും ഞാൻ പ്രസാദ സേവ ചെയ്യും ഞാൻ സ്നേഹച്ചരടുകളാലിന്നേശു ചേർത്തു ബന്ധിച്ചു തൻ കുരിശു പിന്നെയും നീച്ചു ഞാനെല്ലാം തന്നിരത്തിച്ചു. അതെ അവിടുന്ന് അവിടുത്തെ ആ ആത്മാവിൻ്റെ സ്നേഹചര്യകളോട് ഞങ്ങളെ ചേർത്ത് ബന്ധിക്കാനായിട്ട് ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. അവിടുന്ന് അങ്ങയോട് അവിടുത്തെ മാർഗോട് ഞങ്ങളെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നതോട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആ അടിമയായിട്ട് സ്നേഹചര്യകളാൽ ബന്ധിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ആ അടിമയായിട്ടായിരിക്കുന്നത് എത്ര അതുപോലുള്ളൊരു സ്വാതന്ത്ര്യം വേറെ ഒന്നുമില്ലല്ലോ. അതെ, ഈ നല്ല യജമാനനെ അന്ത്യശ്വാസം വരെയും ഞാൻ സേവിക്കുമെന്ന് ആ അടിമ പറയുന്നത് പോലെ ആ പുറപ്പാട് 20:7 ആ അടിമ തന്നെ സ്നേഹിക്കുന്ന ആ യജമാനനെ സേവിപ്പാനായിട്ട് പ്രഭാത സേവ ചെയ്യുവാനായിട്ട് ആ അടിമ കാത് തുളയ്ക്കപ്പെടുവാനായിട്ട് വാതിൽപ്പടിയോട് ചേർത്ത് തന്നെ കാത് വെച്ചു കൊടുക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ തരുന്നു. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം തുടക്കപ്പെട്ട ഒരു ചെവി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നുറുക്കപ്പെട്ട ഒരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തപ്പെട്ട ഒരു ജഡമാകുന്ന തിരശ്ശീലയെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കുവോളം ഞങ്ങൾ അങ്ങേ തന്നെ നോക്കുന്നു. അതെ കർത്താവെ, ആത്മാവിൽ ദരിദ്രരായിട്ട് കർത്താവെ, അവിടുന്ന് ബലവാനാണ്. കർത്താവെ, ബാക്കി ലോകത്തിൻ്റെ ലോകത്തിൻ്റെതായ പല ബലത്തിൻ്റെ മുമ്പാകെ കർത്താവെ ഞങ്ങൾ ബലഹീനരാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവെ, മനുഷ്യരെ അങ്ങയ്ക്ക് മീതെ പ്രബലമാകുവാനിടയാകരുതേ. അതിനായിട്ട് കർത്താവെ, കരുണ തോന്നണമേ എന്ന് സഹായിക്കണമേ എന്നുള്ളൊരു നിലവിളി, നിരന്തരമായിട്ട് ആ നിലവിളി ഭർത്തമായി നിലവിളിച്ചതുപോലെ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചതുപോലെ എപ്പോഴും അതിൻ്റെ നിലവിളിയോടെ അവിടുന്ന് ഉറച്ച നിലവിളിയോട് അഭയാചനയോടുകൂടെ അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, എപ്പോഴും ഹൃദയത്തിന് ആഴത്തിൽ അവർ നിലവിളി ഉണ്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, മുങ്ങിത്താഴുന്ന പത്രോസ് നിലവിളിച്ചതുപോലെ രക്ഷിക്കണേ കർത്താവെ എന്ന് നിലവിളിച്ചതുപോലെ ആ നിലവിളി കൂടി ഞങ്ങളുടെ ഹൃദയത്തിലും നാവിലും ഉണ്ടാകുവാൻ ഇടയാകണേന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഒരു വിധവയെ പോലെ നമ്മുടെ ഞാൻ രാജ്ഞിയല്ല, വിധവയാണെന്ന് പറയുവാൻ അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമുള്ളെന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ചെയ്ത് കാണിച്ചിരുന്നു മാത്രം അതുപോലെ തന്നെ അതെല്ലാം അതുപോലെ തന്നെ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവിടെ സഹായിക്കും. അതേ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളതിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിന്ന് നിറഞ്ഞ യേശുവിനെ കാണിച്ചു തരും. യേശുവിൻ്റെ സാഹചര്യങ്ങളിലും എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യം, എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, എന്തായിരിക്കും പറയുന്നത്, എന്തായിരിക്കും ചിന്തിക്കുന്നത്, എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്, കർത്താവ് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, ആ കർത്താവിൻ്റെ നൈർമല്യവും താഴ്മയും കർത്താവിൻ്റെ മനസ്സലിവും കർത്താവിൻ്റെ ദയവ്, കർത്താവിൻ്റെ വിജയം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും വിജയമെല്ലാം കർത്താവെ നിറഞ്ഞ ഫലങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം അങ്ങയിൽ തന്നെ വസിക്കട്ടെ. കൊമ്പിനും മുതിരുള്ളിയിലല്ലാതെ വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവിടുന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അത് മനസ്സിലാക്കുവാനെന്നാ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് മുഖാന്തരം ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞങ്ങൾ സകലത്തിലും മതിയായവനാണെന്ന വലിയൊരു വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ, അങ്ങനെ അവിടുത്തെ അമിത ബലം ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടികൾ അധ്വാനിക്കുവാൻ
പിതാവ് പ്രവർത്തിക്കുന്നത് പോലെ പുത്രൻ പ്രവർത്തിച്ചതുപോലെ കർത്താവേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ഒരു ആശ്രയബോധത്തോടെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങയെ നോക്കുവാൻ ഞങ്ങളെ തുടർന്ന് സഹായിക്കണം. അങ്ങ് ഞങ്ങളെ നടത്തിയാൽ അല്ലാതെ ഒരു ചൂട് മുമ്പോട്ട് വയ്ക്കാൻ കഴിയത്തില്ലെന്നുള്ള ആ ഒരു ബോധ്യം തരണമേ. മോശ പറഞ്ഞതുപോലെ അങ്ങ് കർത്താവെ അങ്ങ് വന്നിട്ടല്ലാതെ അങ്ങ് മുമ്പോട്ട് പോയി അങ്ങ് ഞങ്ങളെ നയിച്ചാലല്ലാതെ ഞങ്ങൾക്ക് തുടർന്ന് പോകാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ അത് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ. പ്രാർത്ഥന കേട്ടതിന് മുമ്പ് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിന്റെ വലിയൊരു മാതൃകയോടെ നടത്തിയിട്ട് ആമേൻ.